ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഷീ ഡ്വെൽറ്റ് എമംഗ് ദ അൺട്രോഡൻ വേസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. ഷീ ഡ്വെൽറ്റ് എമംഗ് ദ അൺട്രോഡൻ വേസ് എന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിത 1708 അദ്ദേഹത്തിന് 28 വയസ്സുള്ളപ്പോൾ എഴുതിയതാണ്. ഇത് 3 സ്റ്റാൻസാസ് അടങ്ങിയ ഒരു കവിതയാണ്. ഈ കവിതയിലെ ക്യാരക്ടറിൻ്റെ പേര് ലൂസി എന്നാണ്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ബാല്യകാല സുഹൃത്തായ പെഗ്ഗി ഹച്ചിൻസനെ ലൂസി പ്രതിനിധീകരിക്കുന്നു എന്ന് ചില സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നു. പക്ഷേ ചിലർ ലൂസി ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് എന്നും അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഷീ ഡ്വെൽറ്റ് എമംഗ് ദ അൺട്രോഡൻ വേസ് ബിസൈഡ് ദ സ്പ്രിങ്സ് ഓഫ് ഡവ്. അപ്പം അൺട്രോഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് അല്ലെങ്കിൽ സോളിറ്ററി. അപ്പം അവൾ എവിടെയാണ് താമസിച്ചത്, അതായത് അവൾ എന്ന് പറയുമ്പോൾ അതായത് ലൂസി. ലൂസി എവിടെയാണ് താമസിച്ചത് എന്ന് കവി വിശദീകരിക്കുകയാണ് ഈ വരികളിലൂടെ. അപ്പോൾ അൺട്രോഡൻ എന്നത് വിദൂരവും ഏകാന്തവുമായ ഒരു സ്ഥലം. നമുക്ക് പറയാം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ വഴി കടന്നു പോകാറുള്ളായിരിക്കാം. അപ്പോൾ ലൂസിയുടെ ഏകാന്ത ജീവിതത്തിൻ്റെയും പ്രകൃതിയുമായുള്ള അവളുടെ അടുത്ത ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് കവി ഈ വരികളിലൂടെ പകർന്നു തരുന്നത് നമുക്ക്. ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി സൗന്ദര്യം ശാന്തതയുടെയും ഒരു സ്ഥലം. ബിസൈഡ് ദ സ്പ്രിങ്സ് ഓഫ് ഡവ്. അപ്പോൾ എന്തിൻ്റെ സമീപം എന്നാണ് കവി പറഞ്ഞു തരുന്നത് നമുക്ക്? സ്പ്രിങ്സ് ഓഫ് ഡവ് എന്നത് ലൂസിയുടെ വീടിൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്നു. പ്രകൃതി സൗന്ദര്യത്തിനും ശാന്തതയ്ക്കും പേരുകേട്ട ഒരു സ്ഥലമായ ഡവ് നദിയുടെ ഉറവിടത്തിനടുത്താണ് നമ്മുടെ ലൂസി താമസിക്കുന്നത്. എ മെയ്ഡ് ഹൂം ദർ വർ നൺ ടു പ്രൈസ് ആൻഡ് വെരി ഫ്യൂ ടു ലവ്. അപ്പോൾ എ മെയ്ഡ് എന്നിവിടെ റെഫർ ചെയ്യുന്നത് ലൂസിയെയാണ്. അപ്പോൾ ലൂസി യങ്ങാണ്, അൺമാരീഡ് ആണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ നോക്കിക്കുക, ദർ വർ നൺ ടു പ്രൈസ്, പ്രശംസിക്കാൻ ആരുമില്ല. അപ്പോൾ ഇത് ലൂസിയുടെ പോസിറ്റീവ് ഗുണങ്ങൾക്കുള്ള അംഗീകാരക്കുറവിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു പക്ഷേ അവൾ ഒരു സദ്ഗുണസമ്പന്നയോ സുന്ദരിയോ ദയുള്ളവളോ ആയിരിക്കാം. പക്ഷേ അവളുടെ പ്രശംസനീയമായ സ്വഭാവ വിശേഷ ഗുണങ്ങൾ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിനെ ഊന്നിപ്പറയുന്നതാണ് ദർ വർ നൺ ടു പ്രൈസ് എന്നത്. ആൻഡ് വെരി ഫ്യൂ ടു ലവ്. ഈ ഒരു ലൈൻ സജസ്റ്റ് ചെയ്യുന്നത് അവളുടെ ലിമിറ്റഡ് സോഷ്യൽ സർക്കിളാണ്, അതായത് പരിമിതമായ ഒരു സാമൂഹിക വലയത്തെ സൂചിപ്പിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റാൻസിലോട്ട് പോകാം. എ വയലറ്റ് ബൈ എ മോസി സ്റ്റോൺ ഹാഫ് ഹിഡൻ ഫ്രം ദ ഐ. അപ്പോൾ ഐ എന്ന് റെഫർ ചെയ്യുന്നത് ഈ വൈഡ് വേൾഡിനെയോ ഇല്ലെങ്കിൽ നമുക്ക് പറയാം സൊസൈറ്റിയോ ആണ്. അപ്പോൾ ഈ വയലറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൂസിയുടെ ബ്യൂട്ടിയും ഗ്രേസുമാണ്. വയലറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. അപ്പം വയലറ്റ് ലൂസിയെ പ്രതീകപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ സിംബിളൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ പായൽക്കല്ല് മോസി സ്റ്റോൺ, ഇത് ലൂസി ജീവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലിനെയും പ്രതിനിധീകരിക്കുന്നു. ഒരു സെക്ലൂഡഡ് വേ ഓഫ് ലൈഫ് ലൂസി ലിവ്ഡ് എന്ന് തന്നെ പറയാം. അപ്പം വയലറ്റ് എന്ന മനോഹരമായ പുഷ്പം ഒരു പായൽക്കല്ലിനാൽ മറഞ്ഞിരിക്കുന്നു. അതായത് അവൾ സമൂഹത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ അവളുടെ സദ്ഗുണവും സൗന്ദര്യവും പലരും ശ്രദ്ധിക്കാതെ പോയേക്കാം. അപ്പം പായൽക്കല്ലിനാൽ ഭാഗികമായി മറഞ്ഞിരിക്കുന്ന വയലറ്റിൻ്റെ ചിത്രം ലൂസിയുടെ ഒറ്റപ്പെട്ട ജീവിതത്തെയും അവളുടെ സൗന്ദര്യവും സദ്ഗുണങ്ങളും വ്യാപകമായി അറിയപ്പെടുകയോ വിലമതിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന വസ്തുതയും പ്രതീകപ്പെടുത്തുന്നു. അടുത്ത ലൈൻ നോക്കിക്കേ. ഫെയർ ആസ് എ സ്റ്റാർ വെൻ ഓൺലി വൺ ഈസ് ഷൈനിങ് ഇൻ ദ സ്കൈ. അപ്പോൾ ഇതൊരു മെറ്റഫറാണ്. ലൂസിയുടെ ബ്യൂട്ടിയും ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കവി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ശാരീരിക സൗന്ദര്യത്തെയും അവളുടെ ഒറ്റപ്പെട്ടതുമായ സ്വഭാവത്തെയും എടുത്തു കാണിക്കുന്ന അവളെ ഏകാന്ത നക്ഷത്രമായി താരതമ്യം ചെയ്യുന്നു. അവൾ വിശാലമായ ഇരുണ്ട ആകാശത്തിലെ ഒരു ഏകാന്ത നക്ഷത്രം പോലെ വേറിട്ടു നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ലൂസിയുടെ ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഈ വാചകം സൂചന നൽകുന്നു. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ ഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഷീസ് നോട്ട് എ പാർട്ട് ഓഫ് എ ക്രൗഡ്. ഷീസ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്പെഷ്യൽ ബിക്കോസ് ഷീ സ്റ്റാൻഡ്സ് ഔട്ട് മച്ച് ലൈക്ക് എ സോളിറ്ററി സ്റ്റാർ ഇൻ എ വാസ്റ്റ് ഡാർക്ക് സ്കൈ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ സ്റ്റാർസ് ബ്യൂട്ടി എന്നുള്ളത് നമുക്ക് പറയാം ഭയങ്കര സ്ട്രൈക്കിങ് അതുപോലെ ഈസിലി നോട്ടീസബിളുമാണ്. അപ്പോൾ ഈ ഒരു ലൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ലൂസിയുടെ ഭയങ്കരമായിട്ടുള്ള ആ സ്ട്രൈക്കിംഗ് ബ്യൂട്ടിയും അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം ലൂസിയുടെ യുണീക്നെസ്, ക്യാരക്ടറിൻ്റെ ആ യുണീക്നെസ്സുമാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മുടെ ലാസ്റ്റ് ആൻസറിലോട്ട് നമുക്ക് പോവാം. ഷീ ലിവ്ഡ് അൺനോൺ ആൻഡ് ഫ്യൂ കുഡ് നോ വെൻ ലൂസി സീസ്ഡ് ടു ബി. അപ്പോൾ അജ്ഞാതമായി ജീവിച്ചു എന്ന വാചകം ലൂസിയുടെ ജീവിതം പൊതുജന പ്രശംസയുടെയോ വ്യാപകമായ അംഗീകാരത്തിൻ്റെയോ ഒന്നായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തിരക്കേറിയ ലോകത്തിൽ നിന്നും വളരെ അകലെയായി ഒരു വിദൂര പ്രദേശത്ത് ശാന്തവും ഒറ്റപ്പെട്ടതുമായ ഒരു ജീവിതം നയിച്ചു. അതുപോലെ ഫ്യൂ കുഡ് നോ വെൻ ലൂസി സീസ് ടു ബി. അപ്പം ശ്രദ്ധിക്കപ്പെടാത്ത മരണം അത് കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ എന്ന വരി അവളുടെ ജീവിതം പോലെ അവളുടെ മരണവും വ്യാപകമായി അറിയപ്പെടുകയോ വിലപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് അടിവരയിടുകയാണ് ഈ വരിയിലൂടെ കവി. ബട്ട് ഷീ ഈസ് ഗ്രേവ് ആൻഡ് ഓ ദി ഡിഫറൻസ് ടു മീ. അപ്പോൾ അവൾ മരിച്ചു, ഭൂമിയിൽ കുഴിച്ചിടപ്പെട്ടു. അത് എന്നിൽ ഗുരുതരമായ, അതെന്നുവെച്ചാൽ കവിയിൽ ഗുരുതരമായ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം ആഴമേറിയ അഗാധമായ വ്യക്തിപരവും വൈകാരികവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കവി സമ്മതിക്കുന്നു. അപ്പം ലൂസിയുടെ മരണം ലോകത്തിനൊരു ചെറിയ സംഭവമായിരിക്കാം, പക്ഷേ അത് തൻ്റെ ജീവിതത്തിൽ എന്തായിട്ടാണ് കവി പറയുന്നത്? ഇറ്റ് ഹാസ് എ സെസമിക് ഇമ്പാക്റ്റ് ഓൺ ഹിസ് ലൈഫ്. അപ്പം നമുക്ക് ചുരുക്കത്തിൽ പറയാം, ഈ കവിതയുടെ പ്രധാന തീമുകൾ സ്നേഹം, നഷ്ടം, സൗന്ദര്യത്തിൻ്റെയും സദ്ഗുണത്തിൻ്റെയും നേച്ചർ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. I hope you are clear with this explanation, and if you feel this class useful, please share with your friends. Thank you. Have a nice day.